ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ വാഴക്കുളം നടക്കാവിലുള്ള പാരിയത്തുകാവ് സെറ്റിൽമെന്റ് നഗറിലാണ്. ഇവിടെ കുറച്ചു മുൻപ് പോലീസ് എത്തുകയും ഇവിടെയുള്ളവരെ എല്ലാം തന്നെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനടക്കം ശ്രമം നടന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥലത്തെത്തുകയും കുട്ടികളെയും സ്ത്രീകളെയും മുതിർന്നവരെയും എല്ലാം ബലം ഉപയോഗിച്ച് ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് നടന്നത്. കഴിഞ്ഞ 135 വർഷത്തിലധികമായി ഇവിടെ താമസിച്ചു വരുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഈ സ്ഥലം ഒരു വികാരമാണ്. അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അവസരമൊരുക്കണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്ന പ്രധാന കാര്യം. എന്നാൽ യാതൊരു പരിഗണനയും കാണിക്കാതെ കുട്ടികളെ അടക്കം ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പലർക്കും പരിക്കേൽക്കുകയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. കൂടാതെ 9 പേരെയോളം അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിന്നത്. അറസ്റ്റ് ചെയ്ത് നീക്കിയവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. പ്രധാനമായും ഇവർ പറയുന്നത് തലമുറകളായി ഇവിടെ താമസിച്ചു വരികയാണ്. അവരെ സംബന്ധിച്ച് ഈ സ്ഥലം ഒരു വികാരമാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി താമസിക്കാനോ മറ്റു സ്ഥലമോ പുനരധിവാസത്തിനുള്ള സൗകര്യമോ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. അതല്ലാതെ ബലമായി ഇവരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറാനായി സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്യുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുമായുള്ള ഭൂതർക്കത്തെ തുടർന്നാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇവിടെ വഷളായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ? ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ കോടതി വിധി അവർക്ക് അനുകൂലമാക്കി എടുത്താണ്. അവർ ഇടക്കാലത്ത് ഈ കള്ളാധാരം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയാണ് അവർക്ക് അനുകൂലമായ വിധി വന്നത്. സുപ്രീം കോടതിയിൽ ഇവർ അഡ്വക്കേറ്റുമാർ തമ്മിൽ ഉള്ള ബന്ധം കൊണ്ട് ഇവർക്ക് പോകാൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതി പോയാണ് അവർ വിധി നേടിയെടുത്തത്. ഇവരുടെ ഭാഗത്ത് നിന്ന് അഡ്വക്കേറ്റ് പോയില്ലായിരുന്നു. ഇവർ പെട്ടെന്ന് വന്ന് ഇവിടെ കയ്യേറിയതല്ല. ഇവർ തലമുറകളായിട്ട് താമസിച്ചിരുന്ന ആളുകളാണ്, കാരണന്മാരായിട്ട്. അതായത് ഈ കൃഷിയൊക്കെ നമുക്ക് തെങ്ങൊക്കെ കണ്ടേക്കാൾ അറിയാം. ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെ പെട്ടെന്ന് ഓടി വന്ന് കയ്യേറിയതല്ല. അതിൻ്റെ ഇടക്കാലത്ത് അവർ കള്ളാധാരം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ കോടതി പോയാണ് അവർക്ക് അനുകൂലം. ആദ്യം ഹൈക്കോടതിയും ജില്ലാ കോടതിയും എല്ലാം ഇവർക്ക് അനുകൂലമായി വിധിച്ചതാണ്. അതിൽ പിന്നെയാണ് ഇവർ ഹൈക്കോടതിയിൽ ബെഞ്ചിൽ പോയിട്ട് കേസ് തള്ളിപ്പോയതോടുകൂടി സുപ്രീം കോടതിയിൽ പോയി ഇവർക്ക് പോകാൻ കഴിഞ്ഞില്ല. ലക്ഷക്കണക്കിന് രൂപ വേണമല്ലോ. അങ്ങനെ ഇവർക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ അഡ്വക്കേറ്റ് മാത്രം സുപ്രീം കോടതിയിൽ പോയി രേഖ ഹാജരാക്കിയാണ് ആ ഭൂമി അവർക്ക് അനുകൂലമായി വിധി വന്നത്. ഇപ്പോൾ നമ്മുടെ വില്ലേജിൽ നിന്ന് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കൈവശരേഖയില്ല. ഇവർക്ക് അനുകൂലമായ വിധിയാണ്. സാറിൻ്റെ പഞ്ചായത്ത് പാലം പണിത് കൊടുത്ത്, റോഡ് പണിത് കൊടുത്ത്, എല്ലാം കൊടുത്ത് എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അല്ലാതെ ഇതൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കില്ല. ഇനി നിങ്ങളുടെ തീരുമാനം എന്താ? ഇവിടുന്ന് പോകില്ല, ഇവിടെ തന്നെ തുടരുന്നുള്ള? വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ് ഇവിടെ. ഒരു വർഷം മുന്നേ ഒരു കളക്ടർ ഒരു താലൂക്കിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു. ഈ പഴയ സർവേ പ്രകാരം ഈ സ്ഥലം പുറമ്പോക്കാണോ. ഇതുവരെയായിട്ട് ഈ താലൂക്കിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു 28-ാം തീയതി കളക്ടർ അടുത്ത് പോയി കണ്ടു. അവിടെ കൊണ്ട് കാണിച്ചു. ഇതാണ് പഴയ സർവേ പ്രകാരമുള്ള രേഖ. ഇതിനകത്തുണ്ട് ഇപ്പോൾ പുറമ്പോക്കെന്ന് കിടക്കുന്നത്. 391C എന്നുള്ളത് പുറമ്പോക്കെന്ന് കിടക്കുന്നത്. ഈ രേഖ താലൂക്കിലാണ് അവർ പറയണത്. അവർ കൊടുത്തില്ല, റിപ്പോർട്ട് കൊടുത്തില്ല അവർ. എന്നിട്ട് അപ്പോൾ കളക്ടർ പറഞ്ഞു എന്നാൽ 2 ദിവസമുള്ള റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ താലൂക്ക് കൊണ്ടേ കൊടുത്തു. ഇതിന് മുൻപും 2 വട്ടം ഇവിടുന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. 3ാമത്തെ വട്ടമാണ് വരുന്നത്. 3ാമത്തെ പ്രാവശ്യം. 5ാമത്തെ പ്രാവശ്യം തന്നെ. 2 പ്രാവശ്യം നമുക്ക് സ്റ്റേ കിട്ടിയാൽ ഞങ്ങൾ മാറിപ്പോയിരുന്നു. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം. ഇന്നിപ്പോൾ അവർ നന്നായിട്ട് ബലം പ്രയോഗിച്ചു. എല്ലാ സ്ത്രീകളൊക്കെ ആക്രമിച്ചു. പെരുമ്പാവൂർ ആശുപത്രിയിലാണ് സ്ത്രീകളൊക്കെ. ഹോസ്പിറ്റലിലാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ബലമായി ഇവരെ ഇവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുകയായിരുന്നു. 7-8 കുടുംബങ്ങളോളം ഉണ്ട് ഇവിടെ. പലരും കൂട്ടുകുടുംബമായി ഇവിടെ താമസിക്കുന്നവരാണ്. മൊത്തത്തിൽ ഒരു 150 ആളുകളോളം ഈ ഒരു പ്രദേശത്തുണ്ട്. അവരെല്ലാമാണ് അവരുടെ ആ ഒരു നാട്ടിൽ നിന്നും ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിക്കുന്നത്. വലിച്ചിഴയ്ക്കുകയായിരുന്നു. കുട്ടികളാണെന്നോ സ്ത്രീകളാണെന്നോ മുതിർന്നവരാണെന്നോ യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ വലിച്ചിഴച്ച് ബലമായി ഇവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പലരും ഇപ്പോൾ ആശുപത്രിയിൽ അടക്കം കഴിയുന്ന ഒരു സാഹചര്യമായത്. അമ്മ എത്ര നാളായി ഇവിടെ? ഞാൻ വന്നിട്ട് 60 കൊല്ലമായി. അന്നോട്ടുണ്ടോ ഈ പ്രശ്നം? ഇല്ല, അന്നോട്ടില്ല. അന്നോട്ട് ഒരു കുഴപ്പമില്ല. പിന്നെന്താ ഇങ്ങനെ വന്ന് എനിക്കറിയാൻ പാടില്ല. എന്താ ഇനിയിപ്പോൾ വേണ്ട? ഇവിടെ തന്നെ താമസിക്കാനുള്ള ഞങ്ങളുടെ സ്ഥലം ഇപ്പോൾ സർക്കാർ വക പുറമ്പോക്ക് സ്ഥലത്താണ് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് പണ്ടാരപ്പോട്ട് ഭൂമിയൊന്നുമില്ല. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് അവർക്ക് കൊടുക്കുന്നു പറഞ്ഞു. ഞങ്ങളെങ്ങനെ കൊടുക്കാനാ? അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? മക്കളുടെ മക്കളും ഒക്കെ ആയിപ്പോൾ ഞങ്ങൾക്ക് സുഖമില്ലാണ്ട് കിടക്കുക. ഒരെണ്ണം അവിടെ സുഖമില്ലാണ്ട് കിടക്കുക. എല്ലാ വീടുകളിലും ഉണ്ട് രോഗക്കാർ. ഇവരെ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? 4 പ്രാവശ്യം വന്ന 5ാമത്തെ പ്രാവശ്യം ഇന്ന് വലിച്ച് ചിട്ടിച്ച് നിൽക്കണേ. പല വട്ടമായി ഇത് ആവർത്തിക്കുന്നു. 4-5 വട്ടമായി ഇവരെ ബലമായി ഇവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ 7-8 കുടുംബങ്ങളുണ്ട്. പല വീടുകളിലും കിടപ്പ് രോഗികൾ അടക്കമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്ര മനുഷ്യപ്പറ്റില്ലാതെ ഇങ്ങനെ ഒരു പെരുമാറ്റം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥലത്തെത്തി, പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി ആളുകളെ ബലമായി ഇവിടെ നിന്ന് നീക്കാനാണ് ശ്രമിച്ചത്. കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം വലിച്ചഴിച്ചു കൊണ്ട് പോവുകയായിരുന്നു. ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്ന ഭയം കൂടി ഇവർക്കുണ്ട്. എന്നാൽ തങ്ങളുടെ നാട്ടിൽ വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലത്ത് ഇനിയും തുടർന്ന് ജീവിക്കാനുള്ള ഒരു അവകാശമാണ് അവർ ചോദിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.